പല്ലുവേദന എടുത്തിട്ട് സഹിക്കാൻ പാടില്ല. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒന്നും നല്ലപോലെ ചവയ്ക്കാൻ പറ്റുന്നില്ല. താടിയെല്ലിനൊരു വല്ലാത്ത ശബ്ദം. എന്താണെന്ന് അറിയത്തില്ല. ആകെ വല്ലാത്ത ബുദ്ധിമുട്ട്. നമ്മള് ഇങ്ങനെ പറയേണ്ട അവസരം വരെ കാത്തിരിക്കേണ്ടത് ആവശ്യമുണ്ടോ? ആരൊക്കെയാണ് ഒരു ദന്ത ഡോക്ടറെ കാണേണ്ടത്? എപ്പോഴാണ് കാണേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ സ്ഥിരമായി നല്ലപോലെ പല്ല് തേക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല നമ്മുടെ പല്ലിൻ്റേതെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പല്ലിൽ ഒരു ചെറിയ കുത്ത്. ഒരു ചെറിയ കുത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു ചെറിയ കുത്തല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവഗണിക്കും. നമ്മൾക്ക് കാണാൻ കഴിയുന്ന ആ ചെറിയൊരു പോടായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നേരത്തെ തന്നെ അണുക്കൾ അതിനകത്ത് കയറി പല്ല് കാർന്ന് തിന്ന് ആസിഡ് റിലീസ് ചെയ്ത് വലിയൊരു പൊള്ളയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്ന ആ ചെറിയൊരു കുത്തായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെറിയൊരു കുത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളത് നീട്ടിക്കൊണ്ടുപോകും. അവസാനം വേദന വരുമ്പോഴായിരിക്കും നമ്മൾ ഇതുമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നത്. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോൾ കുത്ത് കാണുന്നോ അപ്പം തന്നെ ഡോക്ടറെ സമീപിക്കണം. പല്ലിൻ്റെ എവിടെ കുത്ത് കാണുന്നോ, എപ്പോൾ കുത്ത് നമ്മൾ കാണുന്നോ അപ്പം തന്നെ പല്ല് തേച്ചാൽ പോയില്ലെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ. അല്ലെങ്കിൽ പല്ലിൻ്റെ ഉള്ളിൽ പോട് വലുതായി നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്കോ പല്ലെടുത്ത് കളയേണ്ട അവസ്ഥയിലേക്ക് ചെല്ലും. മോണയിൽ രക്തം വരിക. ചിലപ്പോഴൊക്കെ ചെറിയ രക്തം, പല്ല് തേക്കുമ്പോൾ ചെറിയ രക്തം. അപ്പോൾ പലരും പറയുന്നുണ്ട്, അത് പല്ല് തേക്കുമ്പോൾ വരുന്ന ഒരു ചെറിയ രക്തമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കാറുണ്ട്. പക്ഷേ അതായിരിക്കില്ല. പല്ലിൻ്റെ മോണയിൽ അകത്ത് ഇരിക്കുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും ആ ബ്ലീഡിങ്ങിന് കാരണമാകുന്നത്. ആ മോണയ്ക്ക് ഉള്ളിൽ എല്ല് എത്രത്തോളം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ കഴിയുകയുള്ളൂ. അതേപോലെ താടിയെല്ലിന് ചിലപ്പോൾ ശബ്ദം വന്നെന്ന് വരാം. അപ്പം പലരും അത് അവഗണിക്കും, ഒരു ചെറിയ ശബ്ദമല്ല. പക്ഷേ ആ ശബ്ദം നമ്മുടെ താടിയെല്ല് ഡിസ്ലൊക്കേറ്റ് ആവാൻ കാരണമായേക്കാം. പിന്നെ ചില കേസിൽ എനിക്ക് കമ്പി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ തള്ളലൊന്നുമില്ല, പക്ഷേ പല്ല് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ പല്ല് കയറി ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബൈറ്റ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മേൽത്താടിയും കീഴ്ത്താടിയും ജോയിൻറ്റ് ഉണ്ടാക്കുന്ന ആ TMJ അത് എന്ത് ചെയ്യും? അത് ഡിസ്ലൊക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്മെല്ല് വരുമ്പം മൗത്ത് വാഷ് ഉപയോഗിച്ച് സ്മെല്ല് ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ആ സ്മെല്ല് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡോക്ടറെ പോയി കാണിക്കേണ്ട അത്യാവശ്യമാണ്. അത് ഒരുപക്ഷെ വായിലെ മോണയുടെ ഇൻഫെക്ഷൻ കൊണ്ടാവാം, പോട് കൊണ്ടാകാം, അതല്ല ശരീരത്തിൻ്റെ ഉള്ളിലെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ കൊണ്ടാവാം, ലങ്സിൽ ഇൻഫെക്ഷൻ കൊണ്ടാകാം, ശരീരത്തിലെ മറ്റേതെങ്കിലും ഭാഗത്ത് വയറിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാകാം. അതുകൊണ്ട് സ്മെല്ല് വരുമ്പോൾ അത് അവഗണിക്കരുത്. അതിലും സീരിയസ് ആയ കാര്യങ്ങളുണ്ടാകാം. എല്ലാം സീരിയസ് എന്നല്ല പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മളത് അവഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ദുഃഖിക്കേണ്ടി വരും. അതുപോലെ പുളിപ്പ് വരുമ്പം പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പുളിപ്പിൻ്റെ പേസ്റ്റ് പോയി വാങ്ങിച്ച് പുളിപ്പങ്ങ് മാറ്റാൻ നോക്കും. പക്ഷേ അങ്ങനെ പുളിപ്പ് പല്ല് തേയ്മാനം വന്നിട്ടായിരിക്കും ആ പുളിപ്പ് വരുന്നത്. ആ തേയ്മാനം വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യിക്കണം. അത് പല്ല് തേച്ചത് കൊണ്ടാണെങ്കിൽ, തെറ്റായ രീതിയിൽ പല്ല് തേച്ചുകൊണ്ടാണെങ്കിൽ അത് ഡോക്ടറെ കണ്ടാൽ ഡോക്ടറെ കറക്റ്റ് രീതിയിൽ നമുക്ക് പല്ല് തേക്കുന്ന മാർഗ്ഗം കാണിച്ചു തരും. പിന്നെ അത് സെൻസിറ്റീവായിട്ടുള്ള ഏരിയ പുളിപ്പുള്ള ഏരിയ ഫില്ല് ചെയ്യും. നമുക്കത് സേവ് ചെയ്യാനും. പിന്നെ ചെറിയ അൾസറൊക്കെ കണ്ട് ഉപ്പുവെള്ളം കണ്ട് അത് ഹീൽ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതായിരിക്കും. നീണ്ടു നിൽക്കുന്ന അൾസറാണെങ്കിൽ അത് സേഫ് ആയിരിക്കത്തില്ല. പിന്നെ ആടുന്ന പല്ല് മോണയുടെ പ്രശ്നം കൊണ്ട് വന്നായിരിക്കും. കവിളിൻ്റെ വേദനയൊക്കെ ന്യൂറൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ പ്രശ്നമാണെന്ന് കരുതി ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. അത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിരിക്കും. അതായത് വേദന വരുന്നത് വരെ കാത്തിരിക്കരുത്. എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ പോയി നേരത്തെ കാണിച്ച് അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.